കർമ്മയുടെ വെൽവിഷർ, കർമ്മയുടെ മാർഗദർശി, അങ്ങനെ ഒരുപാട് കാര്യം കൊണ്ട് കർമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് ഞങ്ങൾ. അദ്ദേഹവുമായി കുറച്ച് നിമിഷം പങ്കിടാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വളരെ ശാന്തമായി വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാതെ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. സർ, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും സാറിനെ കാണാൻ സാധിക്കുന്നത്. സാറിനെ കാണാൻ കിട്ടുന്ന ആ ഓരോ അവസരവും ഞങ്ങൾ വളരെ വാല്യുബിളായിട്ട് കരുതാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സാറ് ചക്കുളത്തൊക്കെ പോയി അവിടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് മടങ്ങിയെത്തി. ഈ ചക്കുളത്തിനോടുള്ള ആ ഒരു ബന്ധം അതെന്താണ് എന്നൊന്ന് പറയാമോ? കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ചക്കുളത്തുകാവിൽ സ്ഥിരമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൊക്കെ ചക്കുളത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയുന്നത് ചക്കുളത്തമ്മയുടെ ദിവ്യശക്തി കൊണ്ടാണ്, കടാക്ഷം കൊണ്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവം അത് തന്നെയാണ്. ചക്കുളത്ത് പൊങ്കാല നടക്കുന്ന സമയത്ത്, വൃശ്ചിക മാസത്തിൽ ആ സമയത്ത് അങ്ങയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമാണ്. ഒരുപാട് ചടങ്ങുകളിൽ അങ്ങ് പങ്കാളിയാകാറുണ്ടല്ലേ? അവിടുത്തെ കാർത്തിക സ്തംഭം കത്തിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനാണ്. കാർത്തിക സ്തംഭം കത്തിച്ചുകൊണ്ടാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. എല്ലാവരുടെയും പാപങ്ങൾ ആ തീയിൽ അണയുന്നു, അഗ്നിയിൽ ഹോമിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ പുണ്യചടങ്ങിന് അമ്മ വിളിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് തന്നെയാണ് എന്നുള്ളൊരു ഭക്തൻ എന്ന നിലയ്ക്ക് വളരെ നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുന്നു. അവിടുത്തെ നാരീപൂജ, ഒരുപക്ഷെ ആ നാരീപൂജയുടെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള അതിൻ്റെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ആശയം തന്നെയായിരിക്കും ഒരുപക്ഷെ അങ്ങ് പോയയിടത്തായാലും അങ്ങ് ജോലി ചെയ്ത ഔദ്യോഗിക മേഖലയിലായാലും ഒക്കെ സ്ത്രീകളെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും അങ്ങക്ക് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? നമ്മുടെ വേദങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, എത്ര നാര്യസ്തു പൂജ്യന്തി രമന്തേ തത്ര ദേവത. ഇവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നു, അവിടെ ദേവതകൾ സന്തോഷിക്കുന്നുവെന്ന്. അതാണ് ഭാരതത്തിൻ്റെ പൈതൃകം, ഭരണത്തിൻ്റെ പൈതൃകം, നമ്മുടെ സംസ്കാരത്തിൻ്റെ പൊലിമ എന്ന് പറയുന്നത്. ചക്കുളത്ത് പൊങ്കാല, ചക്കുളത്തുകാവിനെ പറയുന്നത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാലയിടാൻ വരുന്നു. അവരുടെയൊക്കെ ഉറച്ച വിശ്വാസം എല്ലാ പാപങ്ങളും അമ്മ ഏറ്റുവാങ്ങും. അവർ പുണ്യതീർത്ഥം തളിക്കുന്നതോടുകൂടി ആ വർഷമുള്ള പാപം മുഴുവൻ തീരും, പുണ്യഭൂമിയിലേക്ക് കൈപിടിച്ച് കയറ്റും എന്നുള്ള ധാരണയുള്ളതൊരു വിശ്വാസമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉള്ള വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നാരികളെ ബഹുമാനിക്കുന്ന ഒരു ശൈലിയാണ് ഉള്ളത്. ഇപ്പോഴും എൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രമുഖ വനിതയാണ് എന്ന് നമുക്കറിയാം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ നല്ലതാണ്, വളരെ നന്നായി തുടങ്ങി. ഇടയ്ക്ക് രാഷ്ട്രീയം കലർന്നപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ ഇതൊക്കെ മാറി. അതും എനിക്ക് തോന്നുന്നു ചക്കുളത്തമ്മയുടെ അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആ വാക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങയുടെ മുഖ്യമന്ത്രി ഒരു വനിതാ മുഖ്യമന്ത്രി, ആ വനിതാ മുഖ്യമന്ത്രിയെ അങ്ങയുടെ അതായത് പ്രശ്നങ്ങളെല്ലാം മാറ്റി നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ബംഗാളിൽ അങ്ങയ്ക്ക് അത്രമാത്രം ജനസമ്മതി ഉള്ളതും സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എപ്പോഴും പറയുന്നതിന്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ചക്കുളത്തമ്മയിൽ നിന്ന് തുടങ്ങിയ ഈ നർമ്മസല്ലാപം വീണ്ടും തുടരുകയാണ്.